ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ഗൈസ്. നമ്മളിന്നും മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ഗൈസ്. നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കി, അത് കംപ്ലീറ്റ് ആകാനായി സുഹൃത്തുക്കളെ. നമ്മൾ ഇത്രയും അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി സുഹൃത്തുക്കളെ. ഗൈസ് നമുക്ക് കിടന്നൊന്ന് ഉറങ്ങണം ഗൈസ്, നമുക്കത് കിടന്നുറങ്ങണം. ഈ ഒരു സാധനം ഞാൻ ഓറിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. അത് നമ്മൾ ടെംപ്ലേറ്റും നെതറേറ്റൊക്കെ ആക്കാൻ പറ്റും. നമ്മുടെ ആർമറൊക്കെ നെതറേറ്റ് മൈനിങ്ങിന് പോകുമ്പോൾ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഗൈസ്. പിന്നെ പിന്നെന്താണ് നമ്മളെ ക്രീപ്പർ ഫാം, അതിൻ്റെ പണി നമ്മൾ എന്തായാലും ഇന്ന് തീർത്തിരിക്കും സുഹൃത്തുക്കളെ. അതിൻ്റെ കാര്യം ഓർത്ത് നിങ്ങളാരും ടെൻഷൻ വേണ്ട. അതിൻ്റെ പണി നമ്മൾ എന്തായാലും തീർത്തിരിക്കും ഗൈസ്. നമ്മുടെ ക്രീപ്പർ ഫാം ഇന്നോട്ട് നല്ല രീതിക്ക് നടക്കുന്നതായിരിക്കും. കുറച്ചുണ്ട് പുതുസ്ഥാനങ്ങൾക്ക്. നമ്മുടെയുള്ള ബ്ലോക്കൊക്കെ തീരാറായി. ബട്ട് നമുക്ക് വീണ്ടും മീനിങ്ങിന് ഇറങ്ങേണ്ടി വരും. കുഴപ്പമില്ല ഗൈസ്, വിഷയമില്ലാത്ത കാര്യമാണ്. നമ്മളിതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് കുറച്ച് ആർമറൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഒരു സ്റ്റാക്കിന് നെതറാക്കൊക്കെ ഉണ്ട്. ഒരു ഫുൾ ലെതർ ആർമർ ഉണ്ട് ഗൈസ്. പ്രൊട്ടക്ഷൻ 1, പ്രൊട്ടക്ഷൻ 2. ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം ഗൈസ്. ഇതും ഇരിക്കട്ടെ, ഇതും ഇങ്ങോട്ട് ഇരിക്കട്ടെ ഗൈസ്. പിന്നെ ഇത് നമുക്ക് പറ്റിക്ക് ഇതടുത്ത് നമുക്ക് ഇങ്ങോട്ടൊക്കെ റോട്ടൻ ഫ്ലഷ് ഇതിലോട്ട്. ഓക്കെ ഗൈസ്, അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാം ഗൈസ്. അത് നമുക്ക് സെറ്റാക്കാം. ഇപ്പം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീപ്പർ കുഞ്ഞുങ്ങളെ നമ്മളൊന്നും ചെയ്യാറില്ല സുഹൃത്തുക്കളെ. ഫുഡിന് വേണ്ടി നമ്മളൊന്നും ചെയ്യും ഗൈസ്. നമ്മൾ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായി ഗൈസ്. നമ്മൾ നെതറൈറ്റ് മൈനിങ്ങിന് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ബെഡ് എടുത്ത് ലാവയുടെ സൈഡ് അവിടേക്കും ഗൈസ് കുറേ ഈ നെതറൈറ്റിൻ്റെ ഈ ബ്ലോക്കൊക്കെ സ്പോൺ ആണത് ഈ ലാവയുടെ അവിടേക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ബെഡ് ഇട്ട് റീസ്പോൺ പോയിൻ്റ് അവിടെ സെറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് നടക്കൂല ഗൈസ്. നിങ്ങൾക്കറിയാലോ, നെതറിൽ നമ്മുടെ ഈ ഇത് സെറ്റാവൂല ഗൈസ്. എന്തെന്ന് റീസ്പോൺ ചെയ്യാൻ പറ്റില്ല. അത് പൊട്ടിത്തെറിക്കുമ്പോൾ ലാവ അല്ലാതെ ഇങ്ങനെ വന്നാൽ നമുക്ക് ലക്കുണ്ട്. ലാവ വീണില്ലെങ്കിൽ നമ്മൾ ഡെഡ് ആയില്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇത് കിട്ടും. ചിലപ്പോൾ കിട്ടുള്ളൂ. അത്ര 100% ഒന്നും പറയാൻ പറ്റില്ല. അത് കിട്ടും. കിട്ടിയാൽ നമുക്ക് അത് മൈൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് ഉരുക്കണം, സ്മെൽറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് അതും സ്മെൽറ്റ് ചെയ്ത് പിന്നെ അത് സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾഡും ആ ഒരു ഇതുണ്ട് ഗൈസ്, അതായത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതും കൂടെ ഗോൾഡ് ഇൻഗട്ടും അതും കൂടെ നമ്മൾ ഇതാക്കണം, ക്രാഫ്റ്റ് ചെയ്യണം ഗൈസ്. അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. ഒരു നെതറൈറ്റ് ഇൻഗട്ട്. അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ ആവശ്യമുണ്ട്. ആ ഇതില്ലേ ഗൈസ്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ സാധനത്തിൻ്റെയും ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്ക് വെച്ചാണ് അത് മൈൻ ചെയ്യാൻ പോണത്. ഓക്കെ ഗൈസ്, ഇതുവരെ എല്ലാം സെറ്റാണ്. ഒരു കുഴപ്പമില്ലാതെയാണ് ഇതുവരെ പോകണമെങ്കിൽ. ഗൈസ് ടഫ് ബ്ലോക്ക് ഉണ്ട് കുറച്ച്, അത് വെച്ചിട്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും നമ്മൾ 2-3 അങ്ങനെ ഈ പ്ലാറ്റ്ഫോം റെഡിയാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഞാനത് ചെയ്തെടുത്തു സുഹൃത്തുക്കളെ. അതൊരു വലിയ കഥയാണ്. ഒരു ക്രീപ്പറൊന്ന് പൊട്ടിത്തച്ച ഇവിടെ അടിയിൽ വെള്ളമുള്ളതുകൊണ്ടൊരു ശ്രദ്ധ. അല്ലെങ്കിൽ ഗൈസ് നമ്മളിത് ഒന്നും കൂടെ തുടങ്ങേണ്ടി വരും.
ഇത് വർക്കാകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. ഇത് വർക്കായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ ഗൈസ് അവിടെ കുറച്ച് പട്ടികൾ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അതിനകം നമുക്ക് ടൈം ചെയ്യാം. അത് പതിയെ നമുക്ക് ടൈം ചെയ്യാം സുഹൃത്തുക്കളെ. അത് വലിയ വിഷയമില്ലാത്ത കാര്യങ്ങൾ ഗൈസ്. ഓക്കെ. അയ്യോ ഓക്കെ 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 ഗൈസ്. ഓക്കെ ഗൈസ്. ഗൈസ് നമ്മളിത് ഓരോരോ എത്താറായി സുഹൃത്തുക്കളെ. കുറച്ചും കൂടെ വെച്ച് പോയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. യോ ഗൈസ് നമ്മളത് ക്രൗച്ച് ചെയ്ത് പോകുന്നില്ല. ഗൈസ് നമ്മൾ ഇപ്പുറത്തോട്ടൊന്ന് ജസ്റ്റ് ചരിഞ്ഞാൽ മതി, നമ്മുടെ മരണം കാത്തിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് പോകാൻ. നമ്മൾ ഇന്ന് തന്നെ ഒരു ഡോഗിനെ ടൈം ചെയ്യുന്നതായിരിക്കും. ഡോഗിനെ ടൈം ചെയ്താൽ നിങ്ങൾ എന്ത് പേര് കൊടുക്കണമെന്ന് ഗൈസ് കമൻറ്റ് ചെയ്യണം കേട്ടോ. നെയിം ടാഗ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി. നമുക്കൊരു ഫിഷിങ് ഡോഗ് ഉണ്ടാക്കണം. എന്നിട്ട് ഒരു മീനെ പിടിക്കണം. മീൻ മാത്രമല്ല ഗൈസ്. നോ ഓക്കെ ഗൈസ്, ഫുൾ സെറ്റ്, എല്ലാം സെറ്റാണ് ഗൈസ്. ബട്ട് ഇത് മാത്രം സെറ്റായില്ല. ഓക്കെ ഓക്കെ ഗൈസ്. ഇനി നമുക്ക് മേളിൽ റൂഫ് സെറ്റ്. നമുക്ക് റൂഫ് കുറച്ച് ബ്ലോക്കിൻ്റെ ആവശ്യം വരും ഗൈസ്. പിന്നെ നിങ്ങൾ അടുത്ത ഗെയിം ഏത് കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക അടുത്ത എന്ത് ഗെയിം കളിക്കണമെന്ന്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും ഗൈസ്. നമ്മൾ പെട്ടെന്ന് അടുത്തടുത്ത വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അണ്ണന് മോട്ടിവേഷൻ തന്നെ ഗൈസ്. അതുകൊണ്ടൊന്നും നടക്കില്ല ഗൈസ്. ഏകദേശം തീരാറായി ഗൈസ്. പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അതിന് ഒപ്പിക്കണം കണ്ടെത്തും ഗൈസ്. നമ്മൾ ഒരിക്കൽ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും സുഹൃത്തുക്കളെ. ഞാൻ ക്യാമറയിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് പോകുന്നുണ്ട്, ബട്ട് ഒന്നും നടപടിയാണല്ലോ. പുറത്തുള്ള സാധനം അത് ആ നെതറാക്ക് തന്നെ ഞാനത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ പില്ലർ നേരെ വെച്ച് പോകുന്നുണ്ട്. ബട്ട് ഈ ഗാസ് വന്ന് ആദ്യം കൊല്ലും. പിന്നെ മറ്റേ ഒരു സാധനമില്ല സ്പ്രിങ് പോലെ ചാടി തന്നെ ആ സാധനം ഭയങ്കര കഷ്ടമാണ് സർവൈവ് ചെയ്യണമെന്ന് വെച്ചാൽ. മൈനിങ്ങിനെ പോലെ എന്താ പറയുക അപ്പമല്ല. നമ്മൾ ഫുൾ നെതറൈറ്റ് ആർമർ ഒക്കെ ആയിട്ടേ ഗൈസ് നമ്മൾ എന്താണ് കൊല്ലാൻ പോകുള്ളൂ ഗൈസ്. ഞാൻ പറയുന്നത് ഫുൾ നെതറൈറ്റ് ആർമർ ആയതുകൊണ്ട് നമ്മൾ ഇതിന് സ്ഥലം പഠിക്കില്ല ഗൈസ്. നമ്മളാ പറപ്പിച്ചുവിടും ഗൈസ് നൈസായിട്ട്. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുക്കണം. നോ ഗൈസ് ബ്ലോക്സ് തീരാറായി സുഹൃത്തുക്കളെ. എൻ്റെ ഒരു ബ്ലോക്ക് ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് ഗ്രാനൈറ്റ് ഇരിപ്പുണ്ട്. അത് നോ ഗൈസ് നമ്മൾ കോബിൾ സ്റ്റോൺ ടഫ് ഇത്
വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല സുഹൃത്തുക്കളെ. നമ്മൾ കുറച്ച് ഡീസൻ്റാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കിത് ഒന്നും ഇല്ലാണ്ട് പറ്റില്ല. ഇത് ഇന്ന് കംപ്ലീറ്റ് ഇതിപ്പോൾ ഈ ദിവസം രാത്രിയാണെങ്കിൽ തന്നെ സ്പോണാകുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ 36 ദിവസം സർവൈവ് ചെയ്തു സുഹൃത്തുക്കളെ. നമ്മൾ ഡെഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇഷ്ടംപോലെ നമ്മൾ ഡെഡ് ആയിട്ടുണ്ട് ഗൈസ്. 7 ഗ്രാനൈറ്റ് ഉണ്ട് ഗൈസ്. അത് എന്ത് ചെയ്യാനാണ്? ഓ നോ ഗൈസ്, ഫൈനൽ ബ്ലോക്ക്. ഗ്രാനൈറ്റ് വെക്കണം വേണ്ട ഗൈസ്. രാത്രി ഇന്നും കൂടി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അത് ഇറങ്ങി വന്നാൽ തന്നെ കണ്ടായതാ ഗൈസ്. ഞാൻ 130 വീട്ടിൽ പോയി കിടന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഗൈസ്. നാളെ രാവിലെ വരാം ഗൈസ്. നാളെ രാവിലെ. അയ്യോ പിന്നെ ഇറങ്ങാൻ പറഞ്ഞിട്ട് നല്ലടാ ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് അപ്പുറം പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഓയ്യോ ഇത് ശരിയാവൂല ഗൈസ്. ഇത് ചതിയാണ് ഗൈസ്. സക്സസ്ഫുള്ളി 37 ദിവസം വരെ നമ്മൾ നമുക്ക് നൈബറാക്കുണ്ട്. അത് എടുത്താൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. 4 ഒബ്സിഡിയൻ ഉണ്ട് ഗൈസ്. ബസാൾട്ട് എടുത്താലാ ഗൈസ്? നമുക്ക് കുറച്ച് ബസാൾട്ട് എടുക്കാം. ബ്രെഡ് എടുക്കുന്നത് ആ സോങ്ങിലൊക്കെ ഇപ്പോൾ ഡെഡ് ആവേണ്ടത് കഴിഞ്ഞു. ആ ഗൈസ് വലിയ കുഴപ്പമില്ല. 2 ഇല്ലേ? ഓ നോ ഗൈസ്. ഓക്കെ ഇനി ഗൈസ് ഇതാണ് ഗൈസ് മറ്റേ ക്രീപ്പറാണെന്നറിയോ ഗൈസ്? ക്രീപ്പറൊക്കെ പഴയതുപോലെ ഇല്ല ഗൈസ്. ഇപ്പോൾ ഇതിനുള്ള ഫോണായിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ല. അത് നമ്മുടെ ലക്ക് ഗൈസ്. ഹെൽത്ത് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഓ നോ ഗൈസ്, എനിക്കിത് ബിൽഡായി കഴിയട്ടേടാ ഒന്ന്. എന്നിട്ട് ഞാൻ ഡെഡായി ഗൈസ്. എന്നിട്ട് നീയൊക്കെ വന്നാൽ മതി സുഹൃത്ത്. ഓ ഗൈസ് എന്നെ കൊല്ലണേ ഗൈസ്. ഇത് ശരിയല്ല ഗൈസ്. ഇത് ശരിയല്ല ഗൈസ്. ഗൈസ് ടോർച്ച് തല്ലി ഒടിച്ച് കുത്തിയാൽ കണ്ടി വരും ഗൈസ്. നമുക്ക് ഫാം അപ്പോൾ വർക്കാവുന്നുണ്ട് ഗൈസ്. വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. മനസ്സിലായി ഗൈസ്. നമ്മുടെ ഫാം ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ഫാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ചിലപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമുക്കതിന് ടൈം ചെയ്യാം. ഓക്കെ 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 നമുക്കിത് ഇങ്ങനെ ഇവിടെ വെക്കാം. അതിന് മേളിലോട്ട് അങ്ങോട്ട് കയറണം. ഓക്കെ അങ്ങോട്ട് ഓടിക്കാം. ഓ യെസ് ഓക്കെ ഗൈസ്. ഇനി നമ്മൾ ഇതങ്ങോട്ട് പൊട്ടിച്ച് കയറണം. ഇതിന് മേലെ കയറി ഇതങ്ങോട്ട് പൊട്ടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ദേ നിൽക്കുന്ന ഒരു സ്ഥലം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഒരേ ഒരു ബ്ലോക്ക് എടുത്തിട്ട് എവിടെയൊക്കെ വെക്കാനുള്ളത് വെച്ചിട്ടാ പറയും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് പൊട്ടിച്ചളയും, അതും പൊട്ടിച്ചളയും നൈസായിട്ട്. എന്നിട്ട് ഈ സാധനം പൊട്ടിച്ചളയും. ഓനോ അത് കുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ബുദ്ധിപരമായി കാരണം നമ്മൾ ഇതായാലും നമുക്കൊരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ. നമ്മളിത് അങ്ങോട്ട് തല്ലി പൊട്ടിക്കുന്നു, ആ അടിയിലോട്ട് ചെന്ന് വീഴുന്നു. നമ്മൾ ഇത് അങ്ങോട്ട് തല്ലി പൊട്ടിക്കുന്നു, അപ്പോൾ നമ്മൾ സമ്മാനമായിരിക്കുന്നു. നമ്മൾ എടുത്ത് ചാടുന്നു. നമ്മൾ ഡെഡായി നോക്കിയോ, നമ്മൾ റീസ്പോൺ ചെയ്ത് നമ്മൾ വന്ന വഴി നേരെ ചെന്നിട്ടുണ്ട് ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ ക്രീപ്പർ ഫാം സെറ്റ് ചെയ്തേ. ഓക്കെ ഗൈസ്, നമ്മുടെ ക്രീപ്പർ ഫാം ഇതുവരെ നല്ലതാണ്. ഇനി വരാൻ പോകുന്നതും നല്ലത്, ഇനി വന്നതും നല്ലതിന്. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ ഗൈസ്, സോംബി വില്ലേജർ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നേരെ തല്ലാൻ തുടങ്ങിയിട്ട് ഗൺ പൗഡർ കിട്ടിയ ഗൈസ് എനിക്ക്. ഓക്കെ ഗൈസ്, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ മതി സുഹൃത്തുക്കളെ. മാത്രം മര്യാദക്കൊന്ന് വർക്ക് ചെയ്യണേ ഈശ്വര. അങ്ങനെ റിസൾട്ട് ഞാൻ ഗൈസ് വന്നു ഗൈസ്, ഇത് വന്നു. ഒറ്റപ്പെട്ടിട്ടൊന്നും ഇല്ല ഗൈസ് ഇവന്മാർ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ക്രീപ്പർ വെറുതെ പോളി ആർമർ ഗൈസ്. നമുക്ക് എത്ര ആണെങ്കിലും ഇത് എന്ത് ഇനി വന്നില്ല ഗൈസ്. സ്കെൽട്ടൻ ഇതെല്ലാം ഒരേ ഒരു വെട്ടിനുള്ളു ഗൈസ്. നമ്മൾ ഫൈനലി അങ്ങനെ നമ്മളൊരു മോബ് ഫാം ഉണ്ടാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ പരാതിയൊന്നും പറയരുത്. ഇത് അത്യാവശ്യം എഫിഷ്യൻ്റായിട്ട് ബേബി സോംബി താഴ്ത്തി വീണ് ചത്തു ഗൈസ്. ബേബി സോംബി താഴ്ത്തി വീണപ്പോൾ തന്നെ ഡെഡായി ഗൈസ്. അത് സ്പൈഡറുള്ള സ്പോണാണെങ്കിൽ അത് ഓക്കെ. നമ്മളുടെ അല്ല ഗൈസ്, ഇത് എടുക്കാൻ വേണ്ടി ഒരു വഴി വേണം. നമുക്ക് ഇവിടെ നിന്നൊരു ഇതുണ്ട്. ഓനോ കണ്ണിലോട്ട് നമ്മൾ നോക്കരുത്. ഗൈസ് നമ്മൾ മൈനൊക്കെ ചെയ്ത ബ്ലോക്ക് സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഇത് വേണം, അതല്ലെങ്കിൽ നടപടി ആവൂല. എടാ മോഞ്ഞേ ഗൈസ്, നമുക്ക് കുറച്ചും കൂടി ദൂരത്തോട്ടൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. എടുത്താരാ നോക്കണല്ല ഗൈസ്, ഇത് ഇവിടെ നിന്ന് 1 2 ഗൈസ്. ക്രീപ്പർ അലങ്കുണ്ടോ ശരിയാവും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് 2 ഇത് അത് തന്നെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്നും 2 എണ്ണം അവിടെ പഠിക്കാം. ഓക്കെ ഗൈസ്, പ്രൊട്ടക്ഷൻ 3 ഒരു ഗോൾഡൻ ഇത് കിട്ടി. ഓട്ടം ഫ്ലഷ് ഉണ്ട്, ഇതുണ്ട്. നമുക്ക് അങ്ങോട്ട് വെച്ചേക്കാം. ടഫ് നമ്മളിതൊക്കെ പൊട്ടിച്ചെടുത്തല്ലേ സുഹൃത്തുക്കളെ. ഇതെടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇതെടുത്ത് നമ്മൾ ഇങ്ങോട്ടും വെക്കാം. ആരോ ഓക്കെ. അപ്പുറത്തെ ഗൈസ് നമുക്ക് അത്യാവശ്യം ഇത് കിട്ടുന്നുണ്ട് ഗൈസ്. സത്യം കിട്ടും, അത്യാവശ്യം ലൂട്ട് കിട്ടുന്നുണ്ട് ഗൈസ് ഇതിൽ നിന്ന്. ഗൈസ് എൻ്റെ പോലെ എന്ത് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് ഞാൻ
ക്യാമറ സ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അതെല്ലാം കുഴപ്പമില്ല. ഇവിടെ നമ്മൾ അങ്ങനെ 5 മിനിറ്റ് ഇരുന്നാൽ തന്നെ കൈസ് ഇത് കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ അതിനെ തീർത്തളഞ്ഞാൽ കൈസ് ഇവിടെ ലൂട്ട് ഒന്ന് വീണുകൊണ്ടേയിരിക്കും. ദേവന്നി ഗൈസ് ഞാൻ ഇൻവെൻട്രി കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ക്ലിയർ ആക്കി ഇടും വരാം ഗൈസ്. ഓ നോ വൈറ്റ് വൂൾ മുഖ്യമല്ലേ. നമുക്ക് എപ്പോഴും ഒരു അത്യാവശ്യമായ സംഭവമാണ് ഗൈസ് വൂൾ എന്ന് പറയുന്നത്. സ്കെൽട്ടൺ 2 സ്കെൽട്ടൺ. ഓക്കെ ഗൈസ് ഇത് നമുക്ക് കുഴി അടച്ചില്ലെങ്കിൽ ഇതിലാവൂല. ഓക്കെ ഗൈസ് 2 സ്കെൽട്ടൺ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗൈസ് നമുക്ക് നമ്മുടെ ഇൻവെൻട്രി കുറച്ച് ഫുള്ളല്ല, ഇൻവെൻട്രി അത്യാവശ്യം ഉണ്ട്. അതെല്ലാം നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടും വരാം. റോട്ടം ഫ്ലഷ് ഒരു സ്റ്റാക്കിനകത്ത് കൊണ്ടുപോയി. പിന്നെ ഇത് ടീം വേണം. ആരോസ് നമുക്ക് മാക്സിമം അത്രയും കളക്ട് ചെയ്യണം ഗൈസ്. നമ്മുടെ ബ്ലോക്കെല്ലാം തീർന്ന് പോയത് കൊണ്ട് ഇത് ഇതങ്ങോട്ട് വൂട് വെച്ച് നോക്കേ ഡോഗ് വല്ലതും ഉണ്ടാകുന്ന നോക്കിയിട്ട് നോക്കാം ഗൈസ്. രാത്രിയാണ് പിന്നെ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് നല്ല വർക്ക് ചെയ്യണത്. എന്ന് വെച്ചാൽ രാത്രിയാണ് ഇത് അധികം സ്പോണാണ്. ആ ഗൈസ് ഡോഗ് ഇവിടെയൊന്നും കാണുന്നൊരിതില്ല. അതുകൊണ്ട് ഗൈസ് വന്ന ഒരു സോംബി എന്നെ കണ്ടോന്ന് സംശയമില്ലാതില്ല. നമ്മൾ കിടന്നുറങ്ങുക സുഹൃത്തുക്കളെ. സോംബി വന്നോ ഇല്ല. ആദ്യം മോനെ സോംബിനെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫാമിലോട്ട് ചെന്ന് നോക്കിയാൽ എന്ത് കാണും? ഫാമിലൊന്നും ഗൈസ് ഇത് വളരെ കഷ്ടമുണ്ട് ഗൈസ്. കണക്ക് കൂട്ടലെല്ലാം തെറ്റിയോന്നൊരു സംശയം. അല്ലെങ്കിൽ എസ്കേപ്പ് ആയ എന്താ പറ്റിയെന്ന് അറിയില്ല ഗൈസ്. അത് ഞാനത് സെറ്റ് ചെയ്തോളാം. ഒരു മോബ് വീട് എനിക്ക് സമാധാനമില്ല. വന്ന് ക്രീപ്പറിനെ തീർത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ക്രീപ്പറിനെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അതായത് ഇപ്പുറം ഒന്നും വന്നില്ല. ഇപ്പുറത്തെ പറ്റിയില്ലോ ഉണ്ട് ഗൺ പൗഡർ. ഓക്കെ നമുക്കിത് വേണമെങ്കിൽ ബ്ലോക്ക് കുറച്ചും കൂടെ കിട്ടണമെങ്കിൽ 2-3 കുറച്ചും കൂടെ ഹൈറ്റ് ലെയറായിട്ട് നമുക്ക് പണിയാൻ പറ്റും ഗൈസ്. ഡോഗ് എവിടെയെങ്കിലും ഉണ്ടാകാൻ നോട്ടെ ഉണ്ടെങ്കിൽ ഗൈസ് ഒരു മോബ് വന്ന് വീണോന്നൊരു സംശയം. ഒരു ഡോഗ് എന്നൊക്കെ ഞാൻ കണ്ടില്ല. അതേ ഗൈസ് ഒരു അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഒരു നമ്മുടെ സ്വന്തം ക്രീപ്പർ ഫാം നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്ത് തീർത്തു സുഹൃത്തുക്കളെ. ഓക്കെ ബോണ്ടെടുത്ത് ഓക്കെ നമുക്കറിയില്ല ഗൈസ് വാട്ടർ ബക്കറ്റൊക്കെ ഇങ്ങോട്ടിരിക്കട്ടെ. കുറച്ച് ലൈറ്റ് ഗ്രേ
പുതിയ വൂളാണ് ഗൈസ്. ലൈറ്റ് ഗ്രേ വൂൾ പുതിയതാണ് ഗൈസ്. നമുക്കൊന്നും കൂടെ ചെന്ന് വല്ലതും നോക്കാം ഗൈസ്. എനിക്കൊരു സമാധാനം ഇല്ല ഗൈസ് അത് നോക്കാനായിട്ട്. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താണെന്നറിയില്ല. അത് ശരിക്കും വന്നില്ലെങ്കിൽ ഞാനത് ഒന്നും കൂടെ പണിയൊന്നുമായിരിക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് എനിക്ക് തോന്നണത് അത് ഇങ്ങോട്ട് വീണതെല്ലാം ഡെഡായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സൗണ്ട് കേട്ട് അതിനും കുഴപ്പമില്ല. നമ്മുടെ ബേസ് എനിക്ക് വിശക്കണം. ഞാൻ വല്ലതും തിന്നട്ടെ. അയ്യോ വിശക്കണേ. തിന്നാനെന്തുണ്ട്? ഗൈസ് കുക്കഡ് മീറ്റ് ഉണ്ട്. കുക്കഡ് മട്ടൺ ഉണ്ട് ഗൈസ്. അവൻ ആ നെതർ പോർട്ടലിൽ നിന്ന് വന്നാണ് ഗൈസ്. എന്നെ ഇപ്പോൾ കൊല്ലാമെന്നാണ് കേട്ടത്. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് പോയിട്ട് എപ്പോഴാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ.